അപ്പോൾ ഇതാണ് നമ്മുടെ GST കാൽക്കുലേറ്റർ. നല്ല മോഡേൺ ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ കൊടുത്ത പോലെ തന്നെ നല്ല മോഡേൺ ലുക്കിലാണ് വന്നിരിക്കുന്നത്. GST റേറ്റ് ഇത്രയൊക്കെയാണെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. ChatGPT GPT തന്നെ അതിനനുസരിച്ച് അത് വാല്യൂ ഇട്ടതാണ് കേട്ടോ. എന്തായാലും പൊളി. അപ്പോൾ നമ്മൾ കണ്ട കണക്ക് തന്നെ ഇന്ന് ഞാനൊരു GST കാൽക്കുലേറ്ററാണ് ChatGPT ഉപയോഗിച്ച് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ChatGPTയോട് ചോദിക്കുകയാണ്, ഹൗ ഐ വാണ്ട് ടു ക്രിയേറ്റ് a GST calculator using Notepad, okay, without any complex coding. അതായത് എനിക്ക് കോഡിങ്ങിനെ കുറിച്ച് വലിയ നോളജ് ഇല്ല, അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ എനിക്കൊരു GST കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ChatGPTയോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എന്ത് ഉത്തരം തരുമെന്ന് നോക്കാം. അപ്പോൾ അത് പറയാണ്, ക്രിയേറ്റിംഗ് എ സിമ്പിൾ GST കാൽക്കുലേറ്റർ യൂസിങ് നോട്ട്പാഡ് ഈസ് പോസിബിൾ വിത്ത് ബേസിക് HTML, CSS ആൻഡ് എന്നിട്ട് അതൊരു കോഡ് മാതിരി തരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒറ്റ സ്ക്രിപ്റ്റിലുള്ള കോഡാന്ന് തോന്നിട്ട് ഞാൻ ചോദിച്ചത് നോട്ട് പാഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഷുവർ ദ ഫയൽ ആൻഡ് ഓപ്പൺ ഇറ്റ് ഇൻ ദ വെബ് ബ്രൗസർ സീ ദ കാൽക്കുലേറ്റർ ഇൻ ആക്ഷൻ. ഓൾ റൈറ്റ്, ഓക്കെ. ഇത് HTML ആയിട്ട് സേവ് ചെയ്യണമെന്നാണ് പറയുന്നത് തോന്നിട്ട്. ഓപ്പൺ നോട്ട് പാഡ്, ഓക്കെ. അപ്പോൾ നമുക്കൊരു ഈ കോഡ് കോപ്പി ചെയ്തിട്ട് നമുക്കൊരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. ആ നോട്ട് പാഡിലകത്തേക്ക് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഈ കോഡ് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് HTML ആയിട്ട് സേവ് ചെയ്യണം. അപ്പം ഞാനിവിടെ GST_calculator.html എന്ന രീതിയിൽ ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സേവ് ചെയ്ത ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് പോയിട്ട് അത് റൺ ചെയ്യാം. ഓക്കെ. ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു കാൽക്കുലേറ്ററിൻ്റെ മോഡലിൽ വന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു എമൗണ്ട് കൊടുത്തു നോക്കാം. നമുക്ക് 2500, നോർമലി 18% ആണല്ലോ വരെ GST. ഓക്കെ, 18% കൊടുക്കാം. കാൽക്കുലേറ്റ്, ഓക്കെ. ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിങ് GST, യെസ്, ദാറ്റ്സ് കറക്റ്റ്, 2950. വേറൊരു എമൗണ്ട് കൊടുത്തു നോക്കാം, 1000 കൊടുക്കാം. 18%, 1180, ദാറ്റ്സ് കറക്റ്റ്. സോ കാൽക്കുലേഷനിൽ എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. 12% കൊടുത്താൽ 120, 12% കറക്റ്റാണ്. 18% വേറൊരു എമൗണ്ട് കൊടുക്കും, 1500. ആൾമോസ്റ്റ് സെയിം, 1797, കറക്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കണ്ട കാൽക്കുലേറ്ററിനെ ഒന്നുകൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ നോക്കാം. ഒരു ഡിസൈൻ വൈസ് നമുക്കൊന്ന് എന്തെങ്കിലും ചോദിച്ചു നോക്കാം, GPT എടുത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ അതിനോട് ചോദിക്കുകയാണ്, ക്യാൻ യു മേക്ക് ദ UI, ദാറ്റ്സ് യൂസർ ഇൻ്റർഫേസ്, ലുക്ക് മോഡേൺ, ഒരു മോഡേൺ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് തരാമെന്ന് ചോദിക്കാൻ പോകുന്നു. ഷുവർ, ഐ ക്യാൻ മേക്ക് ദ UI ലുക്ക് മോർ. ഓക്കെ, UI കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അത് ഒരു മോഡിഫൈ ചെയ്ത ഒരു കോഡ് നമുക്ക് തരികയാണ്, നേരത്തെ തന്ന സ്ക്രിപ്റ്റ് പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ നേരത്തെ സേവ് ചെയ്ത അതേ ഫോൾഡറിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്താൽ മതിയെന്ന് തോന്നുന്നു. നോക്കാം. അപ്പോൾ നേരത്തെ തന്ന മാതിരിയുള്ളൊരു കോഡാണ്. ബട്ട് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടത് അതിൻ്റെ UIയും അതിൻ്റെ ലുക്കും ഒന്ന് മാറ്റി കിട്ടണം എന്നാണ്. ഓക്കെ, ദീസ് അപ്ഡേറ്റ് കോഡ്സ് യൂസ് എ മോഡേൺ ആൻഡ് ക്ലീൻ ഡിസൈൻ വിത്ത്. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ കണക്ക് ഈ കോഡ് കോപ്പി ചെയ്യാം. എന്നിട്ട് അത് നേരത്തെ പോലെ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇത് സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് പഴയതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെ ഓവർലാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അതേ സേവ് കൊടുത്തിട്ട് .html കൊടുത്ത് സേവ് ചെയ്ത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് അതൊന്നൊന്ന് റൺ ചെയ്ത് നോക്കാം. വാവ്, കേട്ടോ, അതിൻ്റെ ടോട്ടൽ ലുക്ക് അപ്പോൾ അവിടെ മാറി, ഒരു അടിപൊളി മോഡൽ ലുക്കായി. ഇനി നമുക്ക് നേരത്തെ കൊടുത്ത് സെയിം എമൗണ്ടും ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. വാവ്, നോക്ക് എത്ര സിമ്പിളാന്ന് നോക്ക്. ടോട്ടൽ എമൗണ്ട് GST 1770. ഇത്രയേ ഉള്ളൂ. എത്ര മിനിറ്റ് എടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് 4-5 minutes ഉള്ളി. വേറെ എമൗണ്ട് ഇപ്പോൾ കൊടുത്തു നോക്കാം. കാൽക്കുലേറ്റ്, ദാറ്റ്സ് റൈറ്റ്, 3380. കാൽക്കുലേറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിനോട് ആവശ്യപ്പെട്ടില്ലായിരുന്നു, ബട്ട് ഇപ്പം ആ GST എമൗണ്ട് തന്നെ പലതരത്തിലുള്ള എമൗണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തന്നു.
ഓൾറൈറ്റ്, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി സീ യു നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ